കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും ദുരന്തത്തെ അതിജീവിക്കുന്നതിനുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. ഇപ്പോഴിതാ എ.കെ. ആന്റണിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. ഇതോടെ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കെ.പി.സി.സി പ്രസിഡന്റും കണ്ണൂർ എം.പിയുമായ കെ. സുധാകരൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കെ.പി.സി.സി ചുമതല സുധാകരന് കൈമാറാതിരിക്കാൻ ചില കളികൾ നടന്നു. അന്ന് സുധാകരൻ ആശ്വാസമായത് ആന്റണിയുടെ ഇടപെടലാണ്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകുന്നതിനെ സുധാകരൻ ചോദ്യം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു സുധാകരൻ പ്രതികരിച്ചത്. എന്നാൽ എ.കെ. ആന്റണിയും ദുരിതാശ്വാസ സഹായം മുഖ്യമന്ത്രിക്ക് തന്നെ നൽകുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയുണ്ടാകാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണി പറഞ്ഞിരുന്നു. രാഷ്ട്രീയം മറന്ന് ദുരന്തത്തിലകപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാണ് ആന്റണിയുടെ അഭ്യർത്ഥന. ഇതേ നിലപാടാണ് വി.ഡി. സതീശനും ചെന്നിത്തലയും സ്വീകരിച്ചത്. ഇതോടെ ദുരിതാശ്വാസത്തിലെ സുധാകരന്റെ ഇടപെടൽ ശരിയല്ലെന്ന് കൂടി പറയുകയാണ് എ.കെ. ആന്റണി. ദുരിതാശ്വാസ വിഷയത്തിൽ കെ.പി.സി.സി അധ്യക്ഷന് കോൺഗ്രസിൽ മറ്റൊരു മുതിർന്ന നേതാവിന്റെയും പിന്തുണ കിട്ടിയില്ലെന്നതാണ് വസ്തുത. ആന്റണിയുടെ പ്രതികരണം സുധാകരനെ തീർത്തു പ്രതിരോധത്തിലാക്കുന്നതാണ്. എം.പി. ആയിരുന്ന അവസരത്തിൽ പ്രളയ സമയത്തൊക്കെ കൂടുതൽ തുക താൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള കഴിവില്ല. എന്നാലും ഇന്ന് 50,000 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ടെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ഒരു തർക്കവുമില്ലാതെ പരമാവധി തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് തന്റെ അഭ്യർത്ഥന. എല്ലാ ഭിന്നതകളും മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്നും എ.കെ. ആന്റണി വിശദീകരിക്കുന്നു. നേരത്തെ കോൺഗ്രസ് എം.എൽ.എമാരുടെ ശമ്പളവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ശമ്പളം സംഭാവനയായി നൽകുമെന്നറിയിച്ച രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിന്റേതായ ഫോറമുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഈ സമയം തന്നെ ചെന്നിത്തലയ്ക്ക് പുറമെ കെ.പി.സി.സി മുൻ പ്രസിഡന്റ് വി.എം. സുധീരനും യു.ഡി.എഫ് കൺവീനർ എം.എം. ഹസനും 1 മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നറിയിച്ചിട്ടുണ്ട്. ഇതേ മാതൃകയാണ് ആന്റണിയും പിന്തുടരുന്നത്.